സ്ഥലം കല്ലറ എന്ന് പറയും. കാരേറ്റിൽ നിന്ന് കുറെ കിലോമീറ്റേഴ്സ് അകലെയായിട്ടൊരു സ്ഥലം. ആ കല്ലറയിൽ ജനിച്ചു വളർന്ന ആളാണ്. തിരുവനന്തപുരം ജില്ല. ഞങ്ങൾ 5 മക്കള്. അംബിക, മല്ലിക, ചന്ദ്രിക, അർജുൻ, സുരേഷ്. ചന്ദ്രികയാണ് പിന്നെ അലകളോ ഇതിലെ തമിഴ് സിനിമ അഭിനയിക്കുമ്പോൾ ഡയറക്ടർ ഭാരതരാജ പേര് മാറ്റി രാധയാക്കിയത്. എന്റെ പേരും ഞാൻ ഹീറോയിനായിട്ട് വരാൻ അഭിനയിക്കണം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് പേര് മാറ്റണമെന്നൊക്കെ ഞാനൊക്കെ കുറെ ആലോചിച്ചാണ്. പ്രിയ, പ്രീത, സീത, ഇങ്ങനെ കുറെ പേരുകളൊക്കെ വന്നു. വന്നിട്ട് പേര് മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് അംബിക തന്നെ മതി എന്ന് വെച്ചു. പക്ഷെ അംബിക തന്നെയാണ് നമുക്കെല്ലാവർക്കും ഇപ്പോഴും നമുക്കെല്ലാവർക്കും ആ സ്നേഹവും ഇഷ്ടവും പവർ അംബികയായി. അച്ഛന്റെ പേര് കുഞ്ഞൻ നായർ, അമ്മ സരസമ്മ നായർ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഫാമിലി. പിന്നെ കല്ലറ, എന്റെ പഠിപ്പും എല്ലാം കല്ലറയാണ് നടന്നത്. അരിവാരിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലം 1 മുതൽ 4 വരെ അവിടെ പഠിച്ചു. 5, 6, 7 കല്ലറ ഹൈസ്കൂൾ. അത് കഴിഞ്ഞ് മിതിർമല ഹൈസ്കൂളിലാണ് 8, 9, 10. അതായത് ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്താണ് അത് കമ്പൈൻഡ് ആയിട്ടിരുന്ന സ്കൂളിനെ ബോയ്സ് ആയിട്ടും ഗേൾസ് ആക്കിയും മാറ്റിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ പ്രീ ഡിഗ്രി കറസ്പോണ്ടൻസ് കോഴ്സായിരുന്നു. നിലമേൽ പോയി എക്സാം എഴുതി. BAയും കറസ്പോണ്ടൻസ് കോഴ്സായിരുന്നു. ഇതിന്റെ ഇടയിൽ കല്ലറ വേദാസ് എന്നും പറഞ്ഞൊരു പാരലൽ കോളേജ് ഉണ്ട്, അവിടെ പോയി പഠിക്കുമായിരുന്നു. അപ്പോ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉള്ള ഒരു ലൈഫാണ് എന്റെ. അങ്ങനെ ഈ ട്വിസ്റ്റ് ഒക്കെ ഉള്ള ഈ ഒരു ലൈഫില് നിങ്ങൾക്ക് വേറൊരു ട്വിസ്റ്റ് ഞാൻ പറഞ്ഞിരട്ടെ. നമ്മുടെ അംബിക ചേച്ചിനെ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ നജീം അർഷാദിന്റെ ഉമ്മ സംഗീതം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോ ഉമ്മച്ചി എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, അന്ന് സംഗീതം പഠിപ്പിക്കുമ്പോഴേ കൂട്ടത്തിൽ നമ്മളൊരു 10ഓ 20ഓ പേരെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ മാത്രം നമുക്ക് അട്രാക്ഷൻ തോന്നുകയാണെങ്കിൽ ആ ആൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ പറയല്ലോ. അങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു അംബിക അന്ന് മുതലേന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, എനിക്ക് അങ്ങനെയല്ല. ചെറിയ വയസ്സ് മുതലേ എനിക്ക് പാട്ട് ഇഷ്ടമാണ്, പാടുന്ന ഇഷ്ടമാണ്. പഠിച്ചിട്ടില്ല, ക്ലാസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടില്ല, കേൾവി ജ്ഞാനം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നെ പാട്ട് പഠിപ്പിച്ച്, അതായത് പാട്ട് പഠിപ്പിച്ചെന്ന് ഉദ്ദേശിക്കുന്ന ഈ സ്കൂളിൽ ഒരു പാട്ട് ടീച്ചർ കാണും, ഒരു എക്സസൈസിന് ഒരു ടീച്ചർ കാണും, പിന്നെ സ്പോർട്സിന്റെ ഇതിനൊക്കെ പറയാനായിട്ട് ഒരു ടീച്ചർ കാണും, പിന്നെ വരയ്ക്കാൻ, ഇങ്ങനെയൊക്കെ ഒരു ടീച്ചേഴ്സ്. അതില് ഒരാൾ വന്നിട്ട് കല്ലറ പഠിക്കുന്ന സമയത്ത് ജയദേവൻ സാറ്, പിന്നെ വന്നത് പാപ്പനംകോട് രമ ടീച്ചറായിരുന്നു. അപ്പൊ നമ്മുടെ സ്കൂളിൽ പറയില്ലേ എന്റെ പാട്ട് ടീച്ചറാണെന്ന്, അങ്ങനെ ഒരു ടീച്ചറാണ്. അല്ലാതെ എനിക്ക് ക്ലാസിക്കലായിട്ടൊന്നും പറഞ്ഞൊന്നുമല്ല. അന്നൊക്കെ ലളിത സംഗീത പാഠം, ഈ ലൈറ്റ് മ്യൂസിക്കിനായിരുന്നു കൂടുതൽ ഗ്ലാമർ. അപ്പൊ ഇങ്ങനെ പറയുമ്പോ അവര് പാട്ടിങ്ങനെ ടീച്ചർ പാടുമ്പോ ഈ പാടിക്കൊണ്ടിരിക്കുന്ന പിള്ളേരല്ലേ ഈ തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറയല്ലോ, അതുപോലെ ഉള്ളതിൽ